experience. ഓ ഇതിലെന്തോ കൊത്തിയിട്ടുണ്ട് കേട്ടാ. കൊത്തിയിട്ടുണ്ട് ഇതും കൊത്തിയതാണ്, പക്ഷെ കുഴപ്പമില്ല. അത് കളഞ്ഞേക്ക്, അത് ഭയങ്കരമായിട്ട് പോയി. അത് വേണ്ട, ഇത്ര ഇരിക്കല്ലേ, പണ്ട് നമ്മളിത് കളയൂല. വേണ്ട. എല്ലാം കളയേണ്ടി വരും. ചിലതൊക്കെ ചെറുതൊക്കെ ഉള്ളെങ്കിലേ നമുക്ക് ചെറിയ കൊത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെത്തി എടുക്കാം. ചെത്തി അത് കളഞ്ഞിട്ട് അതെടുക്കാം. എടുത്തോ. ഇതൊക്കെ ചേനച്ചേട്ടാ, ചെറിയ മാങ്ങ. നമുക്ക് ചീരത്തോട്ടൊന്നും ഇല്ലല്ലോ, ചീരത്തോട്ടം വാഴത്തോട്ടൊന്നും ഇല്ല. നമുക്ക് ഇതൊക്കെ പോലെ നമ്മളെ പഴയ മാവുകളൊക്കെ ഉള്ളേ. താഴെ വീഴുന്നത് അമ്മാവാ. ഇതൊക്കെ പഴുത്തു തുടങ്ങി ചിലതൊക്കെ. ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കൊത്തിയതല്ലേ. ഇതെടുക്കത്തില്ല, ചെറിയ കൊത്തൊക്കെ ഉള്ളെങ്കിൽ ഞങ്ങൾ ചെത്തി കളഞ്ഞിട്ട് എടുക്കും. അല്ലടി, ഇത് താഴത്ത് വീണൊന്നും എടുക്കരുത്. വവ്വാലൊക്കെ കൊത്തിയതാണെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ വരും. പണ്ടെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്തിരിക്കുന്ന ഇപ്പഴല്ലേ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ മുഴുവൻ അസുഖങ്ങളല്ലേ. ഇത് കണ്ടായിരുന്നു അമ്മാവാ, ഇത് കേട്ടായിരുന്നു. അങ്ങ് എടുത്തു കൊടുക്കാൻ. അപ്പൊ ഞാൻ മരിച്ച വേറെന്തോ സാധനം ഇത് അവക്കിപ്പോ ഞാൻ എടുത്തു കൊടുക്കണം. എടുക്കട്ടെ, പോലീസുകാരനല്ലേ. എന്ത് കാറ്റടിക്കാൻ വാങ്ങ വീഴണ്ടേ? ഇതിന്റെ മുകളിലെ മുഴുവൻ പഴുത്ത് നിൽക്കാനുള്ള. നീ എന്ത് മനുഷ്യനാടത്? ഒരാളെ വിളിച്ചതൊക്കെ ഒന്ന് ഇടിച്ചുടാ. അവിടെ പറഞ്ഞു കൊടുക്കാം അമ്മാവ. ഞാനൊരു സബ് ഇൻസ്പെക്ടറാണ്. നിയമസംബന്ധമായ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെടും, വേണ്ട നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഞാനൊരു കൃഷിക്കാരനല്ല. എന്നാൽ തന്നെ ഇവരുടെയൊക്കെ നിർബന്ധപ്രകാരം ഞാൻ 1-2 പേരെ വിളിച്ചു. അപ്രസരനെ വിളിച്ചു, ശശിയണ്ണനെ വിളിച്ചു. ഇവരാരും വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? അവിടൊക്കെ തിരക്കില്ല. നീ പോലീസുകാരനാണ്, കാശ് കൊടുത്തില്ലെങ്കിൽ വെച്ചിട്ടാവും. ഞാൻ വിളിച്ചുതരാം. അമ്മ വിളിക്കെങ്കിൽ. ഒരു കർഷകനാണ്, ഇത്ര നാടൻ പണിക്കാരെ ഓ കണ്ട പഴുത്ത നല്ല കൊത്തിണ്ട. അല്ല ഹലോ, ഇത് കഴിക്കാമല്ലോ. സുന്ദര, ഞാനാണ് ഗിരിരാജനാ. എടാ, നമ്മുടെ തറവാട്ടിലെ ചേച്ചിയുടെ വീട്ടിലൊരു മാവുമ്പിലേ കുറെ മാങ്ങ ഉണ്ട്, അതൊന്ന് ഇട്ട് തരുമോ? എവിടെ? അതെയാ, അത് ഞാൻ അറിഞ്ഞില്ല. ശരി ശരി. അവൻ കോയമ്പത്തൂരാണെന്ന്. നാട്ടിലല്ല, കോയമ്പത്തൂരാത്രേ. അയ്യോ, അല്ലെങ്കിൽ വേറെ ആള് വിളിക്കാം. കർഷകനല്ലേ, വിളിക്ക്. പക്ഷെ കിളികൾ അധികം അങ്ങനെ കൊതുന്നില്ല. കുട്ടാ, അതെ, നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേ കുറച്ച് മാങ്ങ ഇടാണ്ടാ. ഒന്ന് വൈകുന്നേരം കൂടെ ഇറങ്ങുമോ? ചൂളയിലോ? അതെ അല്ലേ. ശരി. അപ്പൊ ഇപ്പം മരം കയറലൊന്നും ഇല്ലാന്ന്. അവൻ ഇഷ്ടിക ചൂളയിലെ പണിക്ക് പോവാന്ന്. ചിരിക്കണ്ട, ഇനിയുണ്ട് ഒരാള്. ആളല്ലേ വേണ്ട. കർഷകശ്രീ മുട്ട് മടക്കി തുടങ്ങി. രാവിലെ ഭയങ്കര ഒച്ചമ്പളമൊക്കെ കേൾക്കുന്നുണ്ട്. എന്ത് വിശേഷം? മാങ്ങ പറിക്കാനായിട്ട് ഒരാളെ നോക്കുക. ഞാൻ വിചാരിച്ച മാവ് മുറിക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പാണ്. മൂന്നാമത്തെ ആളെ അമ്മ വിളിക്കുന്നത്. എടുക്കണില്ല. മാവ് മുറിക്കേണ്ട ഒരു മാങ്ങ എടുക്കാനായിട്ട്. എടാ, എന്താടാ അത്? 2 ആൾ ഇവിടെ ഉണ്ടായിട്ട് ആ മാങ്ങ മുഴുവൻ പഴുത്തു പോണു. ഒരാളെ വിളിച്ചാൽ ഒന്ന് ഇടിച്ചൂടേത്? വിളിച്ചല്ലേ, ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, വന്നില്ലേ? വിളിച്ചിട്ട് വന്നാ ആളെ കിട്ടാനല്ലേ ഞാൻ വിളിച്ചു 2 പേരെ, അവർ വന്നില്ല. അപ്പൊ അമ്മാമത് 3ാമത്തെ ആളെ വിളിച്ച് കിട്ടുന്നില്ല. കിട്ടൂല. എറിഞ്ഞിടാം. നിങ്ങളൊന്നും വിളിച്ച ആള് വരൂല. എന്നാ നീ വിളിക്കേ. ഞാൻ വിളിക്കാനാ. പഴയ പോലെ അങ്ങനെ ഫോൺ എടുത്തിട്ട് അങ്ങനെ വിളിക്കാക്കൂല. പിന്നെ അത് വിളിക്കണതിന് ചില നടപടിക്രമങ്ങളുണ്ട്. എടാ, നിന്റെ പറമ്പിലെ മാവല്ലടാ, അതിനെന്ത് നടപടിക്രമം? ഇത് എന്റെ പറമ്പ് എന്ന് പറയാൻ എനിക്ക് ഈ പറമ്പ് എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ എന്റെ പറമ്പല്ല, എന്റെ മാവല്ല, പൊതുമാവ്, പൊതുപറമ്പ്, അങ്ങനെയാണ്. എടാ, ഇത് നിനക്കും ഇവനെ അവകാശപ്പെട്ടതല്ലേ? അമ്മാവ, അതാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഇതിപ്പോ നിങ്ങൾക്ക് മാങ്ങ പറിക്കാൻ ആള് വേണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാൻ പറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ നീങ്ങാം. വി ഹെൽപ്പ് വേണ്ടത് ചെയ്തു തരാം. മാങ്ങ പറിക്കാനുണ്ടോ അവിടെ? എന്തായാലും മാങ്ങ, തേങ്ങ, ചക്ക എന്ത് വേണോ പറിച്ചിട്ട് തരും നിങ്ങൾക്ക്. അന്നേ പിന്നെ അവിടുന്ന് വരാൻ പറയാ. എന്താ ഇത്? വെള്ളരിക്കപ്പെടണോ? ഒരു സ്ഥാപനമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട. അവിടെ വന്നിട്ട് വരാൻ പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടില്ല. ഉദ്ദേശിക്കുന്നത് നീ പോലീസുകാരൻ, എസ് ഐ ഏമാനാണ്. എൻ്റെ വീട്ടിൽ കള്ളം കയറി. ഞാൻ നിന്നിടുന്നുണ്ട്, ഇച്ചിരി വന്നൊന്ന് കള്ളനെ പിടിക്കാന്ന് പറഞ്ഞാൽ നീ എന്ത് പറയും? അത് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുക, എന്നിട്ട് ഞങ്ങൾ വരും എന്നല്ലേ പറയണത്. അതാണല്ലോ അതിൻ്റെ രീതി. അതുപോലെ വി ഹെൽപ്പിൽ വരിക,
രജിസ്ട്രേഷൻ ചെയ്യുക, അതിൻ്റെ പൈസ അടയ്ക്കുക, അപ്പോഴേക്കും ആൾ ഇവിടെ എത്തും. അന്നേ പിന്നെ രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാം. ഓ അത് വലിയ കാര്യമൊന്നുമില്ല, എല്ലാം കൂടെ ഒരു 10,000-3500 രൂപ ആവും. എടേ 1000 രൂപ എടുത്താൽ മങ്കുഴി മാധവൻ എൻ്റെ മോൻ വന്ന് പറിച്ചിട്ട് പോകല്ല അവിടെ. എന്നാൽ പിന്നെ അവനെ വിളിച്ച് പറപ്പിക്കും നിങ്ങൾ. അവൻ ഇവിടെ ഇല്ല, അവന് കാലൊടിഞ്ഞ് കിടക്കുന്നത്. അതാണ് പറഞ്ഞത്. ഇതാണ് ഈ ഒഴിവുകൾ പറയും. ഈ 1000 രൂപയ്ക്കൊന്നും ഇപ്പം ആരും വരൂല. എന്ത് എന്തെന്നാടേ ഇത് നിസ്സാര പണിയല്ല. ഈ കടകളായി പറമ്പില്ല 4-5 മാവ് കയറി മാങ്ങ പറിക്കണമെന്ന് പറഞ്ഞാൽ ആ എല്ലാ മാവിലും കയറി. എല്ലാവരും പറിക്കണം. അല്ല, അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസത്തെ കൂലിയല്ലേ കൊടുക്കണ്ടോ? ഇതിപ്പോ എങ്ങനെ ഈ 3500? ഞാൻ പറഞ്ഞുതരാം. ഈ മാവിക്കറിന് ഒരു ദിവസത്തെ കൂലിയൊന്നുമല്ല. അത് നിങ്ങൾ ഇവിടെ ബംഗാളിൽ അവന്മാരെ കിട്ടുമ്പോൾ അല്ല, ഇതെല്ലാം റെസ്പോൺസിബിളാണ്. നമുക്ക് 1000 രൂപ ഞങ്ങളെ വി ഹെൽപ്പിൻ്റെ രജിസ്ട്രേഷൻ, 2000 രൂപ മാവിലെല്ലാം കൂടെ കയറണേന് പോട്ടെ, അത് മതി. 2000 രൂപ മാങ്ങ പറിക്കണവന്, പിന്നെ 500 രൂപ GSTയും നമ്മളെ ഫോമിൻ്റെതും ഫീസും അതെല്ലാം കൂടി ഒരു 3500 രൂപ തന്നാൽ ആളിവിടെ എത്തും പറിച്ചിട്ട്. ഇവിടുത്തെ എല്ലാ മാവുമ്പലത്തെയും പറിക്കും. നിങ്ങളിവിടെ 4 മാവാണുള്ളത്. 4 മാവിലെയും കൂടെ പറിച്ച് ഇവിടെ ഇട്ടങ്ങ് തരും, സെറ്റ് ചെയ്ത് തരും. പിന്നെ അത് റെഡിയാക്കിയാലും ആന്നാ വരട്ടെന്ന്. ഈ മാങ്ങ അങ്ങനെ നശിച്ചു പോയിട്ട് കാര്യമില്ല. വേണമെങ്കിൽ മതി, ആലോചിച്ചിട്ട് വിളിച്ചാലും മതി. നിന്റെ ഫോണിലിട്ടാ മതി കാശ്. ഓ മതി മതി മതി. ഓക്കെ, നീ ആളെ വിളിച്ചോ. കേട്ടോ കേട്ടോ. സാരമില്ലടാ, കാര്യം നടക്കണ്ടേ. പിന്നെ അവന്റെ നമ്മുടെ സ്ഥാപനം സ്വന്തം വീട്ടിൽ ശർമ്മള നമ്മുടെ ആ മറ്റേ മരത്തിൽ കയറുന്ന ആ രജിസ്റ്റർ ഉണ്ടല്ലോ, പൈസ വന്നിട്ടാ വീടാ. ആ രജിസ്റ്റർ എടുത്തിട്ട് സുധനുണ്ട്, സുധൻ അതിനകത്ത്. അവനാണ് നമ്മുടെ സീനിയർ സുധനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്നെ വിളിക്കാൻ പറയും. അത് ഇച്ചിരി മാങ്ങ പറയും കൊട്ടേഷൻ ഉണ്ട്. ആ പെട്ടെന്ന് വിളിക്കാൻ പറയും എന്നെ. ഞാൻ വരും. ഓ കാശ് വന്നു നോക്ക്. ഇനി വഴിക്കണ്ട. വന്നു കണ്ടാ മാങ്ങ ഒക്കെ പഴുത്ത് നാശമായി പോവാ. അതെ, വി ഹെൽപ്പിലൊക്കെ ഏൽപ്പിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വരുന്നു, മാവിൽ കയറുന്നു, മാങ്ങ പറിക്കുന്നു, ചാക്കിലാക്കുന്നു, മാവിൻ്റെ മൂട് വൃത്തിയാക്കുന്നു, മാങ്ങ കൊണ്ട് നിങ്ങളെ വീട്ടിൽ വെച്ച് തരുന്നു, ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകം, ഓരോ മാവിനും 5 മാങ്ങ വെച്ച് അവന് കൊടുക്കണം. എന്താ തെങ്ങമ്പ് കയറുകയാണത്? അതുപോലെ തന്നെയാണ്, അതിൻ്റെ ചെറുതല്ലേ ഇത്. 5 മാങ്ങ വെച്ചിട്ട് 5 എണ്ണല്ലേ വേണമെങ്കിൽ അത് 3 ആക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ആള് വരുമല്ലോ. ആള് വരും. ഞാൻ എനിക്കൊന്നും അത്യാവശ്യം കോൾ ചെയ്യാനുണ്ട്. ഞാൻ അതാ വരുന്നു. ഇഷ്ടം പോലെ 4-5 മാവിലും കൂടി ആകുമ്പോ എന്തോ ഒരുമിച്ച് 4 മാവാണ്. പിന്നെ എണ്ണം കൂടുതൽ പ്ലാവിൽ കയറണമെന്നൊന്നും പറയരുത്. 4 മാവില് മതി. അതെ, ബാക്കി ഉണ്ടല്ലേ ഇവനെ. ഇത് എവിടത്തെ കാര്യം ഇത്? എന്തൊരു ചാടിക്കാൻ സമ്മതിച്ച 3500 രൂപയ്ക്ക് കാര്യം നടക്കട്ടടാ. ഈ മാങ്ങയൊക്കെ പഴുത്ത് വീണ് കാണുമ്പോഴേ നെഞ്ഞ് പടക്കിയാ. ആ പിടപ്പ് എല്ലാവർക്കും വേണം. ഇതാണ് എനിക്ക് ചില നേരത്ത് ചൊറിഞ്ഞ് കയറി വരണത്. എന്തായാലും ഇനി കാര്യം നടക്കട്ടെ. ഞാൻ പറയുമ്പോൾ എല്ലാവരും പറയാം ഞാൻ ചുമ്മാ. അതെ, കുട്ടികളൊന്നും വന്നിട്ട് കൊത്തിയ മാങ്ങ എടുത്ത് തിന്നരുത് എന്ന് പറ. അതാ എടുത്ത് കളയണല്ല. ഇനിയിപ്പോൾ അവൻ ആളെ കൊണ്ട് വന്ന് മാങ്ങട്ടില്ല എനിക്ക് പോകാൻ പറ്റും. ചെനച്ചതായേട്ടാ. ഈ ചൂട് കാരണം ഇതൊക്കെ വീഴുന്നത്. അല്ല, കുറച്ചുകൂടി ആയിരുന്നു പഴുത്ത് കിട്ടിയാൽ ഒരു അവസ്ഥ അറിയാമോ? ഇല്ല, അധികം പുളിയില്ലാത്ത മാങ്ങയെടുത്ത് നമുക്ക് അച്ചാറിടാൻ നല്ലതാ, മാങ്ങക്കറി വെക്കാനും നല്ലതാ. അതിന് ഉപ്പ് വേണ്ട. ഇത് വെച്ചാ പഴുക്കും കേട്ടോ. ഇത് പണ്ട് അപ്പൂപ്പയും തമിഴ്നാട്ടിൽ നിന്നാണ്ട് കൊണ്ടുവച്ച മാവെന്നാണ് അമ്മ പറയാറുള്ളത്. അച്ചാറിട്ടാല അമ്മാവൻ എന്താ എന്നിട്ട് താഴെ ഒരേ പണി. ഞാൻ കൂടെ നിന്നിരുന്ന് വരാതെ പറയാൻ എന്താ, ഞാൻ കിട്ടിയ ബാധി ഓടിക്കൊണ്ടുവന്നു. ഏട്ടനോട് ഞാൻ എത്ര ദിവസമായിട്ട് പറയാ ഇതൊന്ന് കയറി പറിക്കാൻ ഇന്ന് പഴുക്കട്ടെന്ന് കരുതിയാ. പിന്നെ നിന്ന് പറിക്കുന്നത് എല്ലാം താഴെ വീഴുന്നതെല്ലാം കേടാ. ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിലാ. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്ന ആളുകളാ. ഇപ്പൊ പറയേണ്ടവരോട് പറഞ്ഞപ്പോ ആളെ കിട്ടി. പക്ഷെ പറഞ്ഞിട്ട് കൂടെ പൈസ കൂടെ എനിക്ക് കൊടുക്കണ്ടേ വന്നു. ഇപ്പൊ എന്തായാലും കൊടുക്കണ്ടേ, ആർക്കാണെങ്കിലും കൊടുക്കണ്ടേ. വീട്ടിലെ കാര്യമാണ്, മറക്കണ്ട. ചേച്ചിയാ. ഹലോ, എന്തായി? അവിടെ നിന്ന് ഇറങ്ങിയാ? കൊള്ളാം. ഇനിയും പോണാ? ലേറ്റ് ആവും അപ്പം? മോളെ, ഞങ്ങളിവിടെ ഇന്ന് മാങ്ങ തിന്ന് അർമാദിക്കും. അപ്പം മാങ്ങ പഴുത്തു തുടങ്ങിയടി. കേറി പറിക്കും. ആളെ കൊണ്ടുവരുന്ന ആരാന്നറിയോ? എന്റെ ക്ലീറ്റ ചേട്ടൻ. എന്റെ ക്ലീറ്റ ചേട്ടന് പൈസ എണ്ണി കൊടുത്തിട്ടുണ്ടേ. കുടുംബത്താറ് കാര്യമാണെന്ന് ഓർക്കാതെ
കൃത്യമായി രജിസ്ട്രേഷൻ ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട്. ആളെ ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുവരാന്ന് പറഞ്ഞു ചേച്ചി. എൻ്റെ പൊന്നെ വെച്ചേക്കാം, ഞാൻ മൊത്തത്തോടെ തിന്നത്തൊന്നുമില്ല. ആ പെട്ടെന്ന് വാ. ശരി. ഈ മാങ്ങ പഴുക്കുന്ന സമയമാകുമ്പോൾ ഞാനും അവളുടെ ഓടും, വീഴുന്ന സമയം. എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ, പക്ഷെ അവക്കെ വെച്ചിരിക്കും. ഇതാണ് ഒരു മാവ്, ഇതൊരു മാവാണ്. ഇനി അവിടെ 3 മാവ് ആ പറമ്പിലുണ്ട്. ശരി, നമുക്ക് ആദ്യം ഇതിൽ തുടങ്ങാം. കാര്യമായിട്ട് പതുക്കെ പണി തുടങ്ങിക്കോ ഒരു സൈഡിൽ നിന്ന്. ഞാൻ ആദ്യം ഇതിൽ കയറാല്ലേ? ഞാൻ അതല്ലേ ഇത്ര നേരം മലയാളത്തിൽ പറഞ്ഞത്. നമ്മൾ ആദ്യം ഇതിൽ കയറുന്നു. അവിടെ ബാക്കിയുള്ള 3 മാവിൽ അങ്ങോട്ട് പോവാം കേട്ടോ. സാറേ ഇതിനകത്തെ നല്ല എറുമ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നല്ല നീറുണ്ടെന്ന്. എങ്ങനെ കയറും ഇതിനകത്ത്? ഇത് മാവാണ്. മാവില് പിന്നെ നീറുണ്ടാവൂലേ? നീറം വെച്ചാൽ എൻ്റെ ദേഹം മുഴുവൻ കടിച്ചു കഴിഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടാകും. സാറേ ഒരു DDT തരുമോ? DDT നമുക്ക് മേളിലങ്ങിടാം. സുധാ, ഇപ്പൊ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞിരിക്കും. ഇനി മേലാൽ ആ വാക്ക് ഇവിടെ ഉപയോഗിക്കരുത്. എന്ത് പറ്റി സാറേ? അത് ഇവിടെ ഈ പരിസരത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. ഇവിടെ അത് ഉപയോഗിക്കണ്ട എന്നാണ് ഞാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഉറുമ്പോടിയാണെങ്കിലോ? അത് പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. ഇല്ല. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്ത് വലിയ വർത്താനം പറയാതെ നീ ഇതിലൊന്ന് കേറ്. നീ വലിയ അല്ല സാറേ, നമ്മൾ ഇഷ്ടം പോലെ പണികൾ വേറെ ഉണ്ട്, ഇല്ലാത്തോണ്ടല്ല ജോലികളൊന്നും. അതിന്റെ നെകളിപ്പ് നീ കാണിക്കരുത്. ഞാൻ വിചാരിച്ചാൽ നിന്റെ പണി മുഴുവനായിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും കേട്ടല്ലേ. എന്നെ അറിഞ്ഞോളൂ നിനക്ക്. ആദ്യം മര്യാദക്ക് വന്ന പണി ഒന്ന് വൃത്തിയായിട്ട് ചെയ്യും. ശരി, ഞാൻ കേറട്ടെ. അപ്പം പിന്നെ ഇനി ഞാൻ കയറണോ? നീ എന്നെ കയറാനുള്ളത്. പിന്നെ നല്ല നീറുണ്ട് കേട്ടോ. സുധാ, ആദ്യം വിളഞ്ഞ മാങ്ങകൾ പറിക്കണം. വിളഞ്ഞതൊക്കെ പറിക്കൂ. പിന്നെ നോക്കിയിട്ട് എല്ലാം ഏകദേശം വിളഞ്ഞ്. സുധാ, ഒരു നിമിഷം ഇങ്ങോട്ട് നോക്ക്. ഇത് അളിയൻ SI ആണ്. ഇത് പെങ്ങള്. ഇത് മാമൻ, അമ്മാവൻ. ഞാൻ ഇവിടങ്ങളിലെ എല്ലായിടത്തും ഏറ്റവും ഉയരത്തിലുള്ള ചക്ക, മാങ്ങ എല്ലാം ഞാനാണ്. തേങ്ങ എല്ലാം പറിക്കും. അപ്പൊ പിടിച്ചേക്കത് കൈ പിടിച്ചിരിക്കും, അവിടെ അപ്പം സാറേ കേറട്ടെ. ഏറ്റവും വലുത് പറിക്കുക. നോക്ക്, വിളഞ്ഞ നോക്കി ബക്കറ്റിലോട്ട് കൂട്ടി വെക്കണേ. ആള് നല്ല സാറാ. ശരി സാറേ. ആള് സംഭവം പുള്ളിയുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10-15 നിലയുള്ള ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ താടി പോലെ തേനീച്ച കൂട് കിടക്കും, അതൊക്കെ ഇളക്കുക. സാഹസികനാണ്. പിന്നെ ഈ പ്ലാവ് അങ്ങനെയുള്ളതിലൊക്കെ ഈ കടന്നൽ കൂട് ഇതൊക്കെ പൊളിച്ച് കളയുക. പിന്നെ തെങ്ങിന്റെ മുകളിൽ ഈ മരപ്പെട്ടി അത് ഇളക്കുക. പണ്ട് സർക്കസിലായിരുന്നു, അതിനാ മുകളിൽ കസറത്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അങ്ങ് ബോംബെയില് അവിടെ ഭയങ്കര പരിപാടിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനൊരു മടിയില്ല. പറഞ്ഞ അപ്പം മേളിലെത്തും, പറിക്കുന്നു ഇറങ്ങുന്നു, കയറുന്നു, പറിക്കുന്നു ഇറങ്ങുന്നു. ഇങ്ങനെയുള്ളവർക്ക് എന്തും പണി കിട്ടും. അയ്യോ സുധാ, സുധാ, സാഹസിക നോക്കിക്കാതെ വണ്ടി വിളിക്കേ, വണ്ടി വിളിക്ക്. കുറച്ച് വെള്ളം എടുത്താ. വണ്ടി വിളിക്കളിയാ. ഞാൻ ആലോചിക്കണേ, ആ വീണത് തല അടിച്ചില്ല കല്ലിലാണെങ്കിൽ അപ്പം തീർന്നേനെ. ദൈവം കാത്ത്. പിന്നെ ഒന്നാമത് ആ കോണി കഴിഞ്ഞ വഴിക്ക് വീണ് മുകളിലെത്തിയിട്ടാ വീണെങ്കിലാ ഇടുപ്പെങ്ങാനും പൊട്ടിയ പിന്നെ ജീവിതം കഴിഞ്ഞില്ലേ? അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാരും പെട്ടേനെ. എന്തിന്? നമ്മുടെ കുടുംബത്തിൽ വെച്ചല്ലേ സംഭവിച്ചത്, പിന്നെ പെടാതിരിക്കുവോ? അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നയിച്ച ആളാണ്, അവരുടെ തൊഴിലാളിയാണ്. ലൈസൻസിലായ സ്ഥാപനം, അവരുടെ തൊഴിലാളിയാണ്. അവർക്ക് എന്തെങ്കിലും പറ്റി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളായിട്ട് ആ സ്ഥാപനം ഏറ്റെടുക്കുക. അല്ലേ, ഇതിപ്പോ നമ്മുടെ കുടുംബത്തിൽ വെച്ചല്ലേ സംഭവിച്ചത്. ടീച്ചർ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ലേ, പിന്നെ നമ്മളെല്ലാരും പെടത്തില്ലേ? 3500 രൂപ എണ്ണി മേടിച്ചത് അല്ല, നമ്മുടെ കുടുംബത്തിലെ ആളാണ് പുള്ളി.
എന്നിട്ടാണ് പൈസ മേടിച്ചത്. അതാ പറഞ്ഞു. വീട്ടിലെ മാങ്ങ പറിക്കാനായിട്ട്. നിങ്ങൾ ഈ പൈസ മേടിച്ച് ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയോ? അവിടെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടക്കണം, അവിടെ ഒരു പെണ്ണിരിപ്പുണ്ട്, അതിന് പൈസ കൊടുക്കണം. പിന്നെ എന്തെങ്കിലും കിട്ടിയ ക്ലീറ്റോ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന ക്ലീറ്റോ ചേട്ടന്റെ സ്വന്തം കാര്യമല്ല നോക്കണത്, 2 പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, അതിൽ ഒരു കൊച്ചു ഡോക്ടറാണ്, പിന്നെ ചേച്ചിയുടെ കാര്യം നോക്കണുണ്ട്. ആഹാ, നീ ആരുടെ പറഞ്ഞത്? തങ്കത്തിന്റെ കാര്യമോ? അവളെ കാര്യം അവളാണ് നോക്കണത്. നീ അത് പറയണ്ട. എന്നോട്ടാണ് പണ്ടേ അവള് തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നവളാണ്, അവള് മെമ്പറാണ്. അവനെ കണക്കല്ല. അപ്പൊ എന്റെ ക്ലീറ്റോ ചേട്ടൻ ഒന്നും ചെയ്യുന്നില്ല. അല്ല, അപ്പൊ ഈ മാവ് ആരുടെ? നമ്മുടെ ഇതെന്ന് പറയണ മാങ്ങ ആർക്കുള്ളതാണ്? നമുക്ക്. ക്ലീറ്റോനും തങ്കത്തിനും ഒരു അവകാശമില്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എന്നിട്ടാണ് അവൻ 1500 രൂപ മേടിച്ചത്. അമ്മാവ അവിടെ ഇരിക്കേ. എവിടെ ന്യായീകരിച്ച് പോകുന്നത്? നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ഇത് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കുക. അറിയാതെ ആരും ആശുപത്രിയിൽ ചെന്ന് പെടല്ല, അത്ര എനിക്ക് പറയാം. സത്യം പറഞ്ഞ ഇതുപോലെ പൈസ കടന്നെല്ലാം തീർന്നു. പൈസ അവള് ചോദിക്കണ്, ഇത് അവർ പൈസക്ക് തന്നെ അവിടെ വന്നത്. അത് തന്നെ, അവളെ കയ്യിൽ ഒരു നയാ പൈസയും കൊടുക്കല്ലോ. എന്തായി? ഒന്നും പറയണ്ട. പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. ഡോക്ടർ പറയും. ഇല്ല, ആ കയ്യിലെ പൊട്ടല് ഉണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അവന് ഇനി കുറേ നാളത്തേക്ക് ഒന്നും പരിശോധിക്കണ്ട. ആശുപത്രിക്കാർ ആ രീതിയിൽ കംപ്ലീറ്റ് ബ്ലഡ് മുതൽ മറ്റേ ഇത് അവൻ്റെ കാല് മുതൽ തല വരെ എല്ലാം സ്കാൻ ചെയ്ത് ഹോസ്പിറ്റലുകാരല്ലേ, കൈ കെട്ടിയവരെല്ലാം ചെയ്യും. അതെടുക്കും, കാരണം മരത്തിന്റെ മുകളിൽ വീണതല്ലേ, എവിടൊക്കെ എന്താ പറ്റിയെന്ന് നോക്കണ്ടേ. സത്യം പറഞ്ഞ മച്ചമ്മയുടെ വിളി വന്നപ്പോ ഞാനങ്ങ് മേടിച്ചു പോയി. നീ ഇവിടെ ആർക്കെങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നത് അമ്മാനോടുണ്ടല്ലോ, പറമ്പിലെങ്ങാനും ഇറങ്ങിപ്പോയി വല്ല പാമ്പ് കുത്തു, അതോ മേളിൽ ചക്ക എങ്ങാനും. എന്തൊക്കെയായാലും രൂപ 10,000 എൻ്റെ കയ്യിൽ നിന്ന് പോയി. 8,000 രൂപ? ഓ, ആശുപത്രിയിൽ പിന്നെന്ത് ചുമ്മേ. കൈ പ്ലാസ്റ്റിക്കിന് 8,000. എത്രയുടെ 7 ചില്ലറ. അല്ല, 8 അടുപ്പിച്ചായി. കൈയുടെ 2 എക്സ്റേ എടുത്ത് സ്കാനിങ്. അത് സ്കാനിങ് വെളിയിൽ നിന്ന് നമ്മൾ ചെന്നപ്പോ തന്നെ 1,500 രൂപ അകത്തെ ബില്ല് അടിപ്പിച്ചു. പിന്നെ പലതാണ്, പിന്നെ ഫുഡിന്റെ എല്ലാം നല്ല പൈസ. എന്നാലും എത്രയും പേവാർഡിലെ കിടക്കത്തുള്ളൂ. പേവാർഡ് ബുക്ക് ചെയ്തു. നമ്മളെ കയ്യിൽ നിന്ന് പോയി. അത് പോവല്ലോ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഒരാൾക്ക് പറ്റി കൊണ്ടാക്കിയാൽ എത്രയായിക്കോട്ടെ, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. 10-25 ദിവസം അവന് റെസ്റ്റാ. 1 മാസം പണിക്ക് പോകാൻ പറ്റില്ല. ഇനി ഇടയ്ക്ക് എല്ലാം കൊടുക്കണം. മാങ്ങ എന്റെ പ്രശ്നം മാങ്ങയാണ്. ഒരുത്തൻ ജീവമാരുടെ പോരാട്ടത്തിൽ ആശുപത്രി കിടക്കണം, മാങ്ങയെന്ന്. അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തുമായി കണക്ട് ചെയ്തു, അവർക്ക് രജിസ്ട്രേഷൻ ഫീസ് അടച്ചു, അവർ പറഞ്ഞ തുക എടുത്തു, നമ്മൾ ഒരു മാങ്ങ പറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇനി പറയണില്ലെങ്കിൽ വേറൊരാള് നമുക്ക് മാങ്ങ പറിക്കണം സമയത്തിന്. നമ്മുടെ മാങ്ങ എവിടെ? നിങ്ങളെ മാങ്ങ മാവിൽ നിൽപ്പുണ്ടല്ലോ, അത് വേണം, തലയ്ക്ക് വരണം. അതിപ്പോ പറയും. അത് എപ്പോ, ആര്, എങ്ങനെ? പൈസ അടച്ചിട്ട് വന്ന ആളല്ലേ ഇപ്പൊ അവിടെ പറ്റി ആശുപത്രി കിടക്കുന്നേ. അയാൾക്ക് അങ്ങനെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്തിന് മാങ്ങാർക്കം വേറെ ആളെ തരണം. അയാളല്ലേ വേറൊരാള്? അതെ. അതോടുന്ന് അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത പ്രകാരമാണ് ഇവിടെ തൊഴിലാളി വന്നത്. അയാൾ കൃത്യമായി പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മാവൻ കേസ് ഞാൻ നടപടി എടുക്കും. കാര്യം പറഞ്ഞേക്കാം. നടപടി എടുത്തുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം വരും. ഇതില്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥാപനത്തെ സമീപിക്കും, അല്ലേ അമ്മാവ? അതും പൊതുവരെ അറിഞ്ഞു കഴിഞ്ഞാൽ മാനം പോയി. അതെ, നിങ്ങളിപ്പോ ഒരുപാടങ്ങ് കാട് കയറിയൊന്നും പോണ്ട. പി ഹെൽപ്പ് ഒരു ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. നിങ്ങൾക്ക് ആളെ മാങ്ങ പറിക്കാൻ തന്നാ പോരെ, ആ മാങ്ങ ഞാൻ പറിച്ചു തരും. വെറുതെ അടുത്ത വയ്യാവേലി കൊണ്ട് തലവെക്കല്ലേ. ഒന്നുമല്ല ലില്ലി മോളെ, ഇതും ഇതിലപ്പുറം പലതിനും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. വി ഹെൽപ്പിന് ആരെയും പേടിയില്ല. വി ഹെൽപ്പ് പറഞ്ഞാൽ പറഞ്ഞു ചെയ്തിരിക്കും. മാങ്ങ പറിക്കാൻ ആളെ ഞാൻ തന്നിരിക്കും. 21 ദിവസം കഴിഞ്ഞിട്ട് അവൻ വന്നാ പോരാ, മാങ്ങ പഴുത്തു പോണതിന്റെ മുമ്പ് തന്നെ വേണം. നിങ്ങൾക്ക് തരും ആളെ. വേറെ ആളെ കണ്ടുപിടിക്ക്. വെയിലത്ത് കുർത്തതാ, തീയത്ത് കരിയത്തില്ല. അച്ചമ്പി കേറി ഏറ്റിട്ട് തളത്തില്ലേ കനമച്ചപ്പോഴും നാണം കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യണത്. ഏത് നേരത്തെ ഇതിനൊക്കെ തോന്നിയാണോ സാറേ? ഞാൻ ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. നീ എനിക്ക് എങ്ങനെയെങ്കിലും മാങ്ങ പറിക്കാൻ ആരെങ്കിലും സംഘടിപ്പിച്ച് തന്നേ പറ്റും. എൻ്റെ അളിയെ എൻ്റെ അറിവിൽ നമ്മുടെ നാട്ടിലെ അമ്പി സജി, പിന്നെ പുഷ്പണ്ണൻ, മാടം ബിനു, ഇമാര് 3 പേരേ ഉള്ളൂ ഈ പണിക്ക് പോകുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചതാ, എനിക്ക് 3 പേരും വേണ്ട. പുഷ്പണ്ണനെ ഇപ്പോൾ ആൾറെഡി കിട്ടത്തില്ല, അങ്ങനെ സുഖമില്ലാതെ കിടക്കുക. പിന്നെ സജിയാണെങ്കിൽ ഗൾഫിൽ പോയി കഴിഞ്ഞ ആഴ്ച. പിന്നെ ഇനി ആകെ ഉള്ള മാടം ബിനുവാണ്. അവൻ ഇനി സ്ഥലത്തുണ്ടോന്ന് അറിയാൻ മേല. അവനെ ഒന്ന് വിളി. അവനൊക്കെ വലിയ ഡിമാൻഡാണ് അളിയാ വിളിച്ചു. വിളിക്കാതെ എങ്ങനെ അറിയാൻ പറ്റും? വിളിച്ചു നോക്കാം. അളിയന് ഭാഗ്യം ഉണ്ടേ കിട്ടും. ഇതൊക്കെ നമ്പർ തപ്പി എടുക്കുന്നതാണ് പാട്. ഇല്ലെങ്കിൽ തല പൊക്കി നടക്കാൻ പറ്റൂല, അതല്ലേ സ്ഥാപനത്തിന് തന്നെ ഒരു ഇടിവാണ്. ബെല്ല് പോകുന്നുണ്ട്, ബെല്ലുണ്ട്, സ്ഥലത്തുണ്ട്. ഹലോ
ആ ബിനുടാ അൻസാറാ തന്നെ എടാ നീ ഡേ നമ്മുടെ ക്ലീറ്റോയ്ക്ക് കുറച്ച് മാങ്ങ പറിച്ചു കൊടുക്കണം, വെരി അർജൻറ്റ്, അത്യാവശ്യമാണ്. എവിടെ? അടുത്ത ആഴ്ചയാ? ഡേ അത് പറ്റത്തില്ല, അത്യാവശ്യം. പറ്റുമെങ്കിൽ നാളെ തന്നെ പറിക്കണം. ആ ഓ ശരി ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ അളയാ, അത് നടക്കൂലേ. അവൻ കോന്നിയിലൊരു ഫാമിലി വർക്ക് ചെയ്യുക, അവൻ അടുത്ത ആഴ്ച വരാൻ പറ്റത്തുള്ളൂ. അടുത്ത ആഴ്ച എന്തെങ്കിലും മാങ്ങാണ്ടി പറിക്കാൻ? അടുത്ത ആഴ്ച വന്ന് അവൻ പറിച്ചു തരാമെന്ന്. ഇവിടെ അടുത്ത ആഴ്ച ആകുമ്പോൾ മാങ്ങയ്ക്ക് ഒരു സമയമല്ലേ പറിക്കണേന്? ഒരു നടരാജ, നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് ആരെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റൂല. അതുകൊണ്ടല്ലേ. അളി എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ പിടിക്കുന്നത്? ഏറ്റുപോയി എപ്പോഴും ഉള്ള പരിപാടിയാണ്. ഇല്ല മോളെ, ഇല്ലേ ഇല്ലേ? ഈ നൂറ്റാണ്ടി മാങ്ങ കഴിക്കാൻ പറ്റൂടെ? ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എൻ്റെ സ്ഥാപനത്തിൻ്റെയും എൻ്റെ പേര് ദോഷമൊന്നും നോക്കണ്ട. നിങ്ങൾ വേറെ ആളെ വിളിച്ചത് ചെയ്യിച്ചു. ഒരു മിനിറ്റ്. അമ്മാവോ, അമ്മാവാ, വന്നേ. മാങ്ങവറ് ടീമിന്റെ മുതലാളി വന്നിട്ടുണ്ട്. ആ എന്താടാ, വേറെ ആളെ കിട്ടിയാ? പിന്നെ നമ്മളുടെ അടുത്ത് വേറെ ആളെ സംഘടിപ്പിക്കാൻ. അതെങ്ങനെ? അമ്മാവായി, ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുപിടി എന്ന് പറയുമ്പോൾ എപ്പോഴത്തിന് നമുക്കൊരാളെ കിട്ടൂല. അടുത്ത ആഴ്ചയാണെങ്കിൽ ഞാൻ 1-2 പേരെ തരാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആളെ കിട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പൊ തന്നെ മുകളിലെ മുഴുവൻ മാങ്ങ പഴുത്ത് കയറും, അത് പഴുത്ത് താഴെ വീഴും, അല്ലെങ്കിൽ അണ്ണേ കിളിയൊക്കെ എത്തി തിന്നും. കിട്ടുകയാണെങ്കിൽ ഇന്നോ നാളായിട്ട് ആളെ കിട്ടണം. ആളെ കിട്ടിയാ? ഈ വെപ്രാളപ്പെട്ടിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഇതായതുകൊണ്ടേ ആളെ കിട്ടാൻ പാടാണ്. അടുത്ത ആഴ്ച, അതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ ആണെങ്കിൽ എത്ര വരുവാണെങ്കിലും തരാം. അതല്ലേ അമ്മാവൻ പറഞ്ഞത്, അണ്ണാൻ കുത്തിപ്പെട്ട് പോയിട്ട് എന്ത് കാര്യം നമുക്ക്? അതുകൊണ്ട് അപ്പം നിങ്ങളാരെങ്കിലും കണ്ടെത്തിക്കോ, നിങ്ങളാരെങ്കിലും വിളിച്ചോ. അപ്പൊ നീ ഇപ്പൊ തോറ്റ സ്ഥിതിക്ക് നമുക്കിനി വേറെ ആളെ വിളിക്കാം. ഒരാൾ ഞാൻ പൈസ കൊടുത്താൽ പൈസയുടെ ചിലവായത്. അയാൾ മരത്തിൽ നിന്ന് വീണവൻ്റെ ആശുപത്രി ചിലവ് മുഴുവനും നമ്മൾ കൊടുത്ത് ആ പൈസ അത് ചിലവായി പോയില്ലേ? എടേ, അതൊക്കെ നിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളൊരു സ്ഥാപനം നടത്തുമ്പോൾ, നിങ്ങളൊരു സ്റ്റാഫിനെ വെക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്തം നോക്കേണ്ടത് നിങ്ങളാണ്, ഞങ്ങൾ കസ്റ്റമേഴ്സ് അല്ല. എന്തോന്നിടേ ഇത്? അല്ല, അതാവുമ്പോ ഒരുത്തം മരത്തിൽ നിന്ന് വീണ് അപകടത്തിൽ കിടന്ന് അവനെ സഹായിച്ചിട്ട് അതിൻ്റെയൊക്കെ എച്ച് കണക്ക് പറയല്ലേ? അതൊന്നും ആണത്വത്തിന് നമുക്ക് ചേർന്നൊന്നുമല്ല. അല്ല അതല്ല ഏട്ടാ, അത് ഹോസ്പിറ്റലിൽ ചെലവായി പോയില്ലേ? എടേ, എന്റെ പൈസ അല്ല, അമ്മാവന്റെ പൈസയാണ്. അമ്മാവൻ നേരത്തെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നീ കേട്ടില്ലേ? ഇനിയിപ്പം പോട്ടെ, പൈസയാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ആളെ വിളി, പൈസ ഞാൻ തരാം. അത് മതി, ചെയ്യാം. അപ്പൊ പൈസ നീ തരും, നമ്മൾ ആളെ വിളിക്കാം. ഓ, ഞാൻ തരാം. തന്നല്ലേ പറ്റുള്ളൂ. തരുമല്ലോ. ആളെ വിളിക്കും നിങ്ങൾ. ആളെ വിളിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ തരാം. എൻ്റെ സ്ഥാപനത്തിന് ഇനി ചീത്തപ്പേരുണ്ടാവാറുണ്ട്. പാവം ക്ലീറ്റോ ചേട്ടൻ പെട്ടുപോയി. എന്ത് പാവം? എന്ത് പെട്ടുപോയി? പെട്ടുപോയത് ഇപ്പൊ നമ്മളാ. നമ്മുടെ വീട്ടിലെ കാര്യമാണ്. നമ്മുടെ വീട്ടിലെ സ്വന്തം വീട്ടിലെ കാര്യത്തിന് വെറും 1500 തീരേണ്ട കാര്യം 3500 നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയ ആളാണ്. പിന്നെ എന്ത് പാവം? അൻസാറേ, ഞാൻ ആ മാങ്ങപറിയുടെ കൊട്ടേഷൻ അങ്ങ് വിട്ടു. വിട്ടു. അല്ല, അത് മറ്റേ പോലീസുകാരെ ഏറ്റെടുത്തേക്കാണ്. അവൻ ആളെ കൊണ്ടുവരുന്നു. എന്നെ വെല്ലുവിളിച്ചു. ഞാൻ പിന്നെ അമ്മാവൻ്റെ ലില്ലിമോളെ മുമ്പ് വിളിച്ചുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് വഴങ്ങി കീഴടങ്ങി കൊടുത്തു. പിന്നെ നീ എനിക്കൊരു സഹായം ചെയ്യണം. ഒന്നുമില്ല, ഈ പ്രദേശത്തുള്ള എല്ലാ മാങ്ങപറിക്കാരന്മാരും തെങ്ങിക്കയറുന്ന എല്ലാവരും ഒന്ന് നമ്മളെ ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവരെ ഒന്ന് അറിയിക്കണം ഇവിടുത്തെ മാവിൽ പ്രേതശല്യം ഉണ്ടെന്ന്. അത് ഒരു കഥ അങ്ങോട്ട് ഇറക്ക്. ഇവിടുത്തെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശി അവരിതിൻ്റെ മാവിൽ കെട്ടി തൂങ്ങിയാണ് മരിച്ചതെന്ന് പറ.
അവരാണ് വന്ന് വലിയ താഴെ ഇടണമെന്ന് പറയണം. ആ ശല്യം ഇപ്പോഴും ഉണ്ട് എന്ന് പറയണം. ആ അങ്ങനെ ഒരു കഥ ഇറക്ക്. എന്നിട്ട് ഈ പ്രദേശത്ത് നിന്ന് ഒരുത്തനും മാങ്ങ പറിക്കാൻ ഇവിടെ വരരുത്. ആ അങ്ങനെ ബ്ലോക്ക് ചെയ്യണം. നീ പോയി പറയണ്ട, നീ പോണ്ട. നീ ആരെങ്കിലും ഒരാളെ ഏർപ്പാടാക്കി ഈ കഥയൊന്നും അങ്ങോട്ട് സ്പ്രെഡാക്ക്. നമ്മൾ രാഷ്ട്രീയത്തിൽ എന്തോരം കഥ ഇറക്കിക്കും. അതുമാതിരത്തെ ഒരു സാധനം ഇറക്ക്. ഓ എൻ്റെ പ്രശ്നം എന്ന് പറയാൻ നിനക്കറിയാലോ, ഇത് എങ്ങാനും നടന്ന എൻ്റെ മാനവും പോവും, എൻ്റെ പൈസയും കുറേ പോവും, ആകെപ്പാടെ മൊത്തത്തിൽ നടഞ്ഞാൽ നാറും. അതുകൊണ്ടാണ് നമുക്ക് കാണാളിയാ. നീ സെറ്റാക്കുക, കാര്യങ്ങൾ സെറ്റാക്കുക കേട്ടോ. ഓക്കെടാ, ഓക്കെ. എന്തൊക്കെയായാലും നമ്മളെ പരിപാടി ഏറ്റ് ഇത് എൻ്റെ അടുത്ത് തന്നെ വരും, എനിക്കറിഞ്ഞൂടെ. പിന്നല്ലാതെ അത്രേ ഉള്ളൂ. ഞാൻ ബാക്കി ഇല്ല, നമുക്കത് സെറ്റാക്കാം. ലില്ലിമോള് ഞാൻ വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. മാങ്ങ പറിക്കാൻ മാങ്ങ പറിക്കാൻ ആളെ കിട്ടിയ ആള് വന്ന് ആളെ കിട്ടിയ എവിടുന്ന്? ആര് കണ്ടോവാ? അല്ല ഞാനീ പറഞ്ഞില്ലേ, ഞാൻ അറേഞ്ച് ചെയ്തതിന് അതിനിടയ്ക്ക് പിന്നെ ഈ ഒരു അപ്പൊ വേറെ വേഗം ഉണ്ടാകും. അല്ല ആള് എവിടെ? ആള് ഞാൻ തന്നെ. മാവി കയറാൻ മാങ്ങ പറിക്കാനായിട്ട് പലരെ അന്വേഷിച്ചു പോയി, ആരും കിട്ടിയില്ല. ഈ മാവിനെന്തോ പ്രേതബാധയുണ്ടെന്ന് ആരോ ഒരുത്തൻ പറഞ്ഞു വരുത്തി. അതാരാ അത് പറഞ്ഞു? അവിടെ ഒരു സ്ഥാപനമുണ്ട്, വി ഹെൽപ്പ്. അത് ഞാൻ പൂട്ടിക്കും, അവനെടുത്ത് അത്രയും ചെയ്യും. എന്താ അങ്ങനെ സംസാരിക്കണത്? എന്താ അങ്ങ ഇത് ഞാനേ മര്യാദയ്ക്ക് ആളെ ഞാൻ തരാം, വെറുതെ നീ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ വാക്ക് പാലിക്കാൻ പോവാണ്. ഞാൻ മാവ് കയറി മാങ്ങ പറിക്കും. നീ മര്യാദയ്ക്ക് അമ്മാവൻ്റെ പൈസ മേടിച്ചത് തിരിച്ചിട്ടുള്ളൂ. തിരിച്ചിട്. എടാ കുട്ടിക്കാലത്തെ ഇതുപോലത്തെ ഒരുപാട് മാവിന്റെ മേല് വലിഞ്ഞു കയറിയാണ് ഞാൻ. എൻ്റെ അടുത്താ എൻ്റെ കളി. ഇത് പിടിച്ചമ്മ. കിട്ടിയാ പൈസ? പൈസ കിട്ടി. കുറച്ചൊരു മേലെ തന്നാ. ഇത് പിടിച്ച സൂക്ഷിച്ച്. നന്നായി കയറുണ്ടല്ലോ. എടാ വൃത്തികെട്ട നീറുകളെ, ഇല്ലെങ്കിലും നിന്നെ ഒന്നും ആവശ്യത്തിന് പോയിരിക്കുമല്ലോ. എല്ലാത്തിനും ഞാൻ DDT ഉറുമ്പൊടി വാങ്ങിച്ചിട്ട് കൊല്ലൂടാ, കൊല്ലും.